ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം. ഇന്ന് നമ്മൾ 13ാമത്തെ ശ്ലോകം തുടങ്ങുകയാണ്. ശ്ലോകം ഇങ്ങനെയാണ്: രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനിശ്രുതിസ്രവാഃ അമൃതസ്സാസ്വസ്ഥാണുർ വരാരോഹോ മഹാതപാഃ. ഇതിലെ രുദ്ര, ബഹുശിര, ബഭ്രുഹു, വിശ്വയോനി, ശുചിസ്രവാഹ, അമൃത, ഇത്രയും നാമങ്ങളാണ് ഇന്ന് കാണുന്നത്. രുദ്ര 114ാമത്തെ നാമം രുദ്ര എന്നാണ്. രുദ്ര എന്ന വാക്കിന് കരയിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് സംഹാരകാലേ പ്രജാഹ സംഹരൻ രോദയതീതി രുദ്രഃ. രുദ്രം രാതി ദദാതി ഇതി വാ. രുഹു ദുഃഖം ദുഃഖകാരണം വാ ദ്രാവയതി ഇതി വാ രുദ്രഃ. രോദനാത് ദ്രാവണാത് വാവി രുദ്ര ഇത്യുച്യതേ. പ്രളയകാലത്തിൽ പ്രജകളെ സംഹരിച്ചുകൊണ്ട് അവരെ രോദിപ്പിക്കുന്നതിനാൽ, ദുഃഖിപ്പിക്കുന്നതിനാൽ, കരയിക്കുന്നതിനാൽ രുദ്രൻ. അഥവാ രു എന്നാൽ ദുഃഖം അല്ലെങ്കിൽ ദുഃഖ കാരണം, അതിനെ ദൂരീകരിക്കുന്നവൻ രുദ്രൻ. രോദിപ്പിക്കുന്നതിനാലും ദൂരീകരിക്കുന്നതിനാലും രുദ്രൻ എന്ന് പറയപ്പെടുന്നു. ഇനി ഇത് എന്താണെന്ന് നോക്കാം. രുദ്രൻ എന്നാൽ കരയിപ്പിക്കുന്നവൻ, ദുഃഖം തരുന്നവൻ, ദുഃഖം നീക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. രുദ് എന്നാൽ ദുഃഖം. പാപകർമ്മങ്ങളുടെ ഫലമായി ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് രുദ്രൻ. പ്രളയകാലത്തിൽ എല്ലാവരെയും സംഹരിക്കുക മൂലം സങ്കടമുണ്ടാക്കുന്നവനും രുദ്രൻ തന്നെയാണ്. ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലും രുദ്രൻ എന്ന് പറയും. ശിവപുരാണത്തിൽ പറയുന്നത് രു ദുഃഖം ദുഃഖ കാരണം വാ തം ദ്രാവയതി ഇതി രുദ്രഃ എന്നാണ്. രു എന്നാൽ ദുഃഖം അല്ലെങ്കിൽ ദുഃഖ കാരണം. നമ്മുടെ ദുഃഖങ്ങളെയും ദുഃഖകാരണങ്ങളെയും എല്ലാം നീക്കി സന്തോഷം നൽകുന്നവരാണ് രുദ്രൻ. ഗീതയിൽ ഭഗവാൻ പറയുന്നത് രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ് എന്നാണ്. പുരാണങ്ങൾ അനുസരിച്ച് 11 രുദ്രന്മാരാണുള്ളത്. അതിൽ അവസാനത്തെ രുദ്രനാണ് ശങ്കരൻ. സംകരോതി ഇത് ശങ്കരഃ. എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശങ്കരൻ. അങ്ങനെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ രുദ്രൻ എന്ന് പറയും. രുദ്രാഭിഷേകവും ശ്രീരുദ്രൻ ജപിക്കലും ഏറ്റവും വലിയ പരിഹാര കർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ ശിവന്റെ നാമങ്ങളായി പറയപ്പെടുന്ന പല നാമങ്ങളും ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിലും കാണാം. ഉദാഹരണത്തിന് രുദ്രൻ, ഇപ്പോ കാണുന്ന ഈ നാമം തന്നെ, സ്ഥാണു, ഈശാന, പിന്നെ ശിവ എന്ന നാമം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ രുദ്രത്തിലും വിഷ്ണുവിന്റെ നാമങ്ങൾ കാണാം. രുദ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ഓം നമോ ഭഗവതേ രുദ്രായ വിഷ്ണവേ മൃത്യുർമേ പാഹി. രുദ്രരൂപിയായ വിഷ്ണുവിന് അല്ലെങ്കിൽ വിഷ്ണുരൂപിയായ രുദ്രന് നമസ്കാരം. രുദ്രനും വിഷ്ണുവും എല്ലാം സത്യത്തിൽ ഒന്ന് തന്നെയാണെന്നാണ് ഇത് കാണിക്കുന്നത്. രുദ്രനെ വിഷ്ണു രൂപത്തിലും വിഷ്ണുവിനെ രുദ്രരൂപത്തിലും ധ്യാനിക്കുക. അടുത്തത് 115ാമത്തെ നാമം ബഹുശിരാ എന്നുള്ളതാണ്. ബഹുശിരാ എന്ന് പറഞ്ഞാൽ അനേകം ശിരസുകളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യര് വളരെ സിമ്പിൾ ആയിട്ട് ബഹൂനി ശിരാംസി യസ്യേനി ബഹുശിരാഹ, അനേകം ശിരസുകൾ ഉള്ളതിനാൽ ഭഗവാൻ ബഹുശിരസ് ആണ്. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബഹു എന്നാൽ അനേകം, നമുക്ക് അറിയാവുന്നതാണ്. മലയാളത്തിലും ബഹു എന്ന് പറയുമല്ലോ. ശിരസ് തല, അതും നമുക്കറിയാവുന്നതാണ്. പുരുഷ സൂക്തത്തിൽ ഭഗവാനെ പറയുന്നത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. 1000 തലകളും 1000 കണ്ണുകളും 1000 കാലുകളും ഉള്ളവൻ എന്നാണ്. ഇവിടെ 1000 എന്നാൽ അനേകം അല്ലെങ്കിൽ എണ്ണമറ്റത് എന്നാണ് അർത്ഥം.
എല്ലാ തലകളും കണ്ണുകളും കാലുകളും ഭഗവാന്റെ തന്നെയാണ്. ഇനി മുഴുവൻ ശരീരവും ഭഗവാന്റെ തന്നെയല്ലേ, പിന്നെ എന്താണ് തലയ്ക്ക് പ്രത്യേകത? തലയാണ് ശരീരത്തിന്റെ പ്രധാന ഭാഗം. അതുകൊണ്ട് ആ പ്രധാന ഭാഗം പറഞ്ഞുകൊണ്ട് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. ഗീതയിൽ 11-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഇതേ ആശയം തന്നെ വരുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ പറയുന്നത് അനേക ബാഹൂദര വക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ എന്നാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്. 13-ാം അധ്യായത്തിലാണെങ്കിൽ സർവത പാണിപാദം തത് സർവദോക്ഷിശിരോമുഖം സർവതശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ഇങ്ങനെയാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി 1000 തലയും 1000 കാലുകളും ഒക്കെ ഉള്ള ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്നാണെങ്കിൽ പുരുഷ സൂക്തം വീണ്ടും പറയുന്നത് പുരുഷ ഏവേദകം സർവം, പുരുഷ ഏവ ഇതം സർവം. പുരുഷൻ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം. മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. ഇനി അടുത്ത നാമം ബഭ്രു എന്നുള്ളതാണ്. ബഭ്രുഹു 116. എല്ലാ ലോകങ്ങളെയും ഭരിക്കുന്നവനാണ് ബഭ്രു. ഇതും സിമ്പിളായിട്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിഭർത്തി ലോകാനി ഇതി ബഭ്രു, ലോകങ്ങളെ ഭരിക്കുന്നതിനാൽ ബഭ്രു എന്നാണ്. ബഭ്രു എന്നാൽ താങ്ങ് അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നവൻ എന്നാണ് അർത്ഥം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായതിനാലും ബഭ്രുവാണ്. 3 ലോകങ്ങളെയും താങ്ങി നിർത്തുന്ന ഭഗവാൻ തന്നെയാണ് ബഭ്രു. കൂർമാവതാരത്തിൽ ഭഗവാൻ ഭൂമിയെ താങ്ങി നിർത്തിയിരുന്നല്ലോ. പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന അനന്തനും ഭഗവാൻ തന്നെയാണ്. രുദ്രത്തിലും ഭഗവാനെ ബഭ്രു എന്ന് വിളിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ബഭ്രു എന്നുള്ളത് ശിവന്റെയും വിഷ്ണുവിന്റെയും നാമമായിട്ട് വരുന്നുണ്ട്. അടുത്തത് വിശ്വയോനി. വിശ്വയോനി എന്നാൽ പ്രപഞ്ച സൃഷ്ടി കാരണം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി കാരണമാണ്. ശങ്കരാചാര്യർ പറയുന്നത് വിശ്വസ്യ കാരണത്വാൽ വിശ്വയോനി, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായതിനാൽ വിശ്വയോനി. യോനി എന്ന വാക്കിന് ഉത്ഭവസ്ഥാനം, ഗർഭപാത്രം, കാരണം എന്നൊക്കെയാണ് അർത്ഥം. എന്തിൽ നിന്നാണോ ഒരു വസ്തു ഉണ്ടാകുന്നത് അതിനെയാണ് കാരണം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായ അല്ലെങ്കിൽ കാരണമായ ഭഗവാനെ വിശ്വയോനി എന്ന് പറയും. ഉപനിഷത്തിൽ പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെയാണ് എന്നാണ്. മെറ്റീരിയൽ കോസും ഇന്റലിജന്റ് കോസും ഭഗവാൻ തന്നെയാണ്. മുമ്പ് 89-ാമത്തെ നാമത്തിൽ വിശ്വരേത എന്ന നാമത്തിൽ ഭഗവാനെ വിശ്വോത്ഭവത്തിന് കാരണമായ വിത്തായി പറഞ്ഞിരുന്നു. വിശ്വത്തിന്റെ രേതസ്, അതായത് വിത്ത്, ബീജം ആയിട്ട് പറഞ്ഞു. ഇവിടെ വിശ്വത്തിന് പിറക്കാനുള്ള ഗർഭപാത്രമായിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് 118 ശുചിസ്രവാഹ എന്നുള്ളതാണ്. ശുചിസ്രവ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇമ്പമുള്ള പേരുകളോട് കൂടിയവൻ. ഇതും സിമ്പിളായിട്ട് ശുചീനി ശ്രവാംസി നാമാനി ശ്രവണീയാനി അസ്യേതി ശുചിസ്രവാഹ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ശുചികളായ സ്രവസ്സുകളോട് അല്ലെങ്കിൽ പേരുകളോട് കൂടിയവൻ, കേൾക്കുവാൻ തക്ക പരിശുദ്ധങ്ങളായ പേരുകളോട് കൂടിയവൻ ശുചിസ്രവസ്. ശുചി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ, പരിശുദ്ധമായ, കേൾക്കാൻ ഇമ്പമുള്ളത് എന്നൊക്കെ അർത്ഥം. ശ്രവശബ്ദത്തിന് കീർത്തി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പവിത്രമായ കീർത്തിയോടുകൂടിയവൻ ശുചിസ്രവസ് എന്നും എടുക്കാം. ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്ന പല നാമങ്ങളുണ്ട്. അതിൽ 1000 നാമങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ അനേകം നാമങ്ങൾ വേറെയുമുണ്ട്. അവയെല്ലാം തന്നെ കേൾക്കാൻ ഇമ്പമുള്ളതും സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവയുമാണ്. വീണ്ടും വീണ്ടും കേൾക്കുവാനും ജപിക്കുവാനും ഭക്തർ കൊതിക്കുന്ന നാമങ്ങളാണ് ഭഗവാന്റെ നാമങ്ങളെല്ലാം തന്നെ. ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാൻ ഇമ്പമുള്ളവ മാത്രമല്ല, അവ ശുദ്ധവും
നമ്മെ എല്ലാം ശുചീകരിക്കാൻ പ്രാപ്തിയുള്ളതുമാണ് എന്നാണ്. പവിത്രമായ കീർത്തിയുള്ളവൻ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. ഇനി സവസ് എന്ന വാക്കിന് ചെവി അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. എല്ലായിടത്തും ചെവികൾ ഉള്ളവൻ അല്ലെങ്കിൽ എല്ലാ ചെവികളിൽ കൂടെയും കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാൻ ശുചിശ്രവസ് ആണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, സർവത ശ്രുതിമല്ലോകി സർവമാവൃത്യ തിഷ്ഠതി. മുമ്പ് നമ്മൾ കണ്ട രാമത്തിൽ തന്നെ പറയുന്നതാണ്, എല്ലാ ചെവികളിലും കൂടെ കേൾക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള എല്ലാ ചെവികളും ഞാൻ തന്നെയാണ്. തലകളും കണ്ണുകളും എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ചെവിയും പറഞ്ഞു. ഇനി അടുത്തത് 119 അമൃത എന്നുള്ളതാണ്. അമൃതം അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ. ശങ്കരാചാര്യ പറയുന്നത്, വിദ്യതേ മൃതം മരണം അസ്യേതി അമൃത അജരോ മര ഇതി ശ്രുതേ. മൃതം അതായത് മരണമില്ലാത്തവൻ ആയതിനാൽ അമരൻ. അജരനും, അജരൻ എന്ന് പറഞ്ഞാൽ ജരാനരകളൊന്നും ബാധിക്കാത്തവനും, അജരനും അമരനും ആകുന്നുവെന്ന ശ്രുതിയിൽ ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നുണ്ട്. കഠോപനിഷത്തിൽ തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവാമൃതമുച്യതേ, ശുദ്ധമായ ബ്രഹ്മത്തെയാണ് അമൃതം എന്നറിയപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമൃതം എന്നുള്ള വാക്ക് വരാൻ വേണ്ടിയിട്ട് 2-3 ഉപനിഷത്തുകളിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ അജൻ, അതായത് ജനനമില്ലാത്തവൻ മാത്രമല്ല, അവികാരനും അവ്യയനുമാണ്. മാറ്റങ്ങളില്ലാത്തവനും ക്ഷയമില്ലാത്തവനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് മരണവുമില്ല. മരണവും ഈ മാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ. അസ്ഥി ജായതേ വർത്തതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതി, ഇങ്ങനെ 6 തരം വികാരങ്ങളാണ് ഉള്ളത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഭഗവാനെ അജരോ മര, അജരനും അമരനും ആണ്. ജരാനരകളും വ്യാധികളും ഒന്നും ഇല്ലാത്തവനും മരണമില്ലാത്തവനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ എപ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ മാറ്റങ്ങളും ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. കഠോപനിഷത്തിലുമുണ്ടല്ലോ, നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല, ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല. അജനും നിത്യനും ശാശ്വതനും പണ്ടു മുതൽക്കേ ഉള്ളവനും നിത്യനൂതനനുമായ ആത്മാവ് ശരീരം നശിക്കുമ്പോഴും നശിക്കുന്നില്ല. ഇത് ആത്മാവിന്റെ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വർണ്ണനയാണ്. ഇതാണ് രുദ്ര ബഹുസുര ബഭ്രുഹു വിശ്വയോനി ശുചിശ്രവാഹ അമൃത എന്നീ നാമങ്ങളുടെ അർത്ഥം. ഈ ശ്ലോകത്തിലെ ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.